ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. ചപ്പാത്തിക്കും ഗീ റൈസിനും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ ടേസ്റ്റി കൂന്തൽ റോസ്റ്റാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അളവിൽ നല്ല വലിയ കൂന്തൽ നോക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നല്ല വറ്റൽമുളക് അരച്ചെടുത്തത് അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് 2-3 വിസിലിട്ട് നല്ലപോലെ നമ്മുടെ കൂന്തളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കൂന്തളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഗ്രേവി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അടുപ്പിലാട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അടുപ്പിൽ വയ്ക്കുന്ന ചട്ടി ആയതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി നല്ലപോലെ പഴുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കൂന്തലുണ്ടല്ലോ അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് നല്ലപോലെ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിയുന്ന പരുവാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡിയായി കിട്ടും കേട്ടോ. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കണ്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചിട്ട് ഗ്രേവി തയ്യാറാക്കുന്നതുകൊണ്ട് നല്ലപോലെ നമ്മുടെ കൂന്തലൊക്കെ വെന്തും കിട്ടും കേട്ടോ. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.